ജൂലൈ 1-ാം തീയതി തന്നെ ആശ്വാസ വാർത്ത വന്നിട്ടുണ്ട്. LPG സിലിണ്ടറിന് 183 രൂപയാണ് കുറച്ചത്. 19 കിലോ വാണിജ്യ സിലിണ്ടറിൻ്റെ വിലയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കുറച്ചിരിക്കുന്നത്. പിന്നാലെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിൻ്റെ വിലയും കുറയുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തത്, വാഹനയാത്രക്കാർക്കുമുണ്ട് ആശ്വാസം. രാജ്യത്തെ ഇന്ധന വില കുറയുകയാണ്. പെട്രോൾ ഡീസൽ വില കുത്തനെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ വിലക്കയറ്റത്തിന് കാരണമായ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് മുമ്പുണ്ടായിരുന്ന ആ വിലയേക്കാൾ കുറവാകും ഇനി അങ്ങോട്ട് പെട്രോൾ ഡീസൽ വില. കേന്ദ്ര സർക്കാർ തക്ക സമയത്ത് തന്നെ നടപടിയെടുത്താൽ. പ്രമുഖ സ്വകാര്യ ഇന്ധന വിതരണക്കാരായ നയാര എനർജിയാണ് ഇപ്പോൾ തങ്ങളുടെ പമ്പുകളിൽ പെട്രോളിൻ്റെ വില കുറച്ചിരിക്കുന്നത്. ലിറ്ററിന് പെട്രോളിന് 5 രൂപയും ഡീസൽ ലിറ്ററിന് 3 രൂപയും ഉടനടി കുറച്ചു. പുതുക്കിയ വില ജൂലൈ 1 മുതൽ നിലവിൽ വന്നു കഴിഞ്ഞു. എന്തായാലും പശ്ചിമേഷ്യയിലെ പിരിമുറുക്കങ്ങൾ അയയുകയും എണ്ണ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഒടുങ്ങുകയും ചെയ്തതോടെയാണ് ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണ വില ഗണ്യമായി ഇടിഞ്ഞു. അതാണ് നയാരയുടെ ഈ പ്രഖ്യാപനത്തിനും കാരണം. പുതിയ നിരക്ക് പ്രകാരം നയാര പമ്പുകളിൽ നിന്നും 40 ലിറ്റർ പെട്രോൾ ഒഴിക്കുന്നൊരു വാഹന ഉടമയ്ക്ക് ഒറ്റയടിക്ക് 200 രൂപയുടെ ലാഭമുണ്ടാകും. ഡീസൽ വാഹനങ്ങൾക്ക് ഇതേ അളവിൽ 120 രൂപയും ലാഭിക്കാം. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ രാജ്യത്തെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇതുവരെ വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടില്ല. വിഷമിക്കേണ്ട, അവരും ഉടൻ തന്നെ പ്രഖ്യാപിക്കും. ഡൽഹിയിലെ IOC പമ്പുകളിൽ പെട്രോളിന് ഇപ്പോഴും 102 രൂപ 12 പൈസയാണ്. ഡീസലിന് ലിറ്ററിന് 95 രൂപ 20 പൈസയാണ്. അത് തുടരുകയാണ്. വിഷമിക്കേണ്ട, അത് കുറഞ്ഞിരിക്കും. വില പുതുക്കിയതോടെ ബംഗളൂരുവിലെ നയര പമ്പുകളിൽ പെട്രോൾ വില ലിറ്ററിന് 111 രൂപ 20 പൈസയായി. ഡീസലിന് 98 രൂപ 80 പൈസയും. എന്തായാലും കർണാടകയിലെ ഈ വിലക്കുറവ് അത് തെല്ലൊന്നുമല്ല ആശ്വാസമായിരിക്കുന്നത് അവിടുത്തെ വാഹന ഉടമകൾക്ക്. ഹരിയാനയിലെ ഫരീദാബാദിൽ പെട്രോളിന് 103 രൂപയുണ്ട്. ഡീസലിന് 98 രൂപ 84 പൈസ. മഹാരാഷ്ട്രയിലെ നാണ്ട് 111 രൂപ 66 പൈസ പെട്രോളിന്. വിവിധ ജില്ലകളിലെ ഇന്ധനം എത്തിക്കാനുള്ള ദൂരം കണക്കാക്കിയുള്ള ലോജിസ്റ്റിക് ചിലവുകൾ കണക്കിലെടുത്ത് പമ്പുകൾ അനുസരിച്ച് വിലയിൽ നേരിയ വ്യത്യാസമുണ്ടാകുമെന്ന് നയാര അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാന ഫ്യൂൾ സ്റ്റേഷനിൽ നിന്നും ഒരുപാട് അകലെയുള്ള പമ്പുകളിൽ വിലയിൽ ഏതാണ്ട് 25 പൈസയുള്ള ചെറിയൊരു വ്യത്യാസം വരാം. എങ്കിലും നയാര വില കുറച്ചത് തന്നെ വലിയ കാര്യമാണ്. രാജ്യത്തുടനീളമുള്ള നയാരയുടെ 7000-ഓളം ഇന്ധന സ്റ്റേഷനുകളിലും ഈ വിലക്കുറവ് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. വാറ്റ് പോലുള്ള പ്രാദേശിക നീതി അനുസരിച്ച് ഓരോ സംസ്ഥാനങ്ങളും പക്ഷേ അന്തിമ വിലയിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടാകും. നയാരയുടെ തീരുമാനം മറ്റ് സ്വകാര്യ ഇന്ധന കമ്പനികൾക്കും ഇങ്ങനെ വില കുറയ്ക്കാനുള്ള വലിയ സമ്മർദ്ദമുണ്ടാക്കും, അത് ഉറപ്പാണ്. കാരണം പശ്ചിമേഷ്യൻ സംഘർഷം മൂലം ഇന്ധന വില ഉയർന്നപ്പോൾ നയാരയാണ് ആദ്യം വില വർദ്ധിപ്പിച്ചത്. തൊട്ടു പിന്നാലെയാണ് മറ്റു കമ്പനികളും വില വർദ്ധിപ്പിച്ചത്. നയാര നേരത്തെ പെട്രോളിന് 5 രൂപയും ഡീസലിന് 3 രൂപയും വർദ്ധിപ്പിച്ചു. അതാണിത് ഇപ്പോൾ കുറച്ചിരിക്കുന്നത്. എന്തായാലും ഈ തീരുമാനം രാജ്യത്തെ ഇന്ധന വിപണിയിൽ പൊതുവായ വിലക്കുറവിന് വഴിവയ്ക്കുമോ എന്നാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും വരും ആഴ്ചകളിലെ ആഗോള എണ്ണ വിപണിയെ ആശ്രയിച്ചിരിക്കും ഈ മറ്റു പൊതുമേഖലാ കമ്പനികളുടെ വിലക്കുറവ്. സംഘർഷങ്ങൾ തുടർന്ന് ആഗോള എണ്ണക്കടത്തിൻ്റെ പ്രധാന പാതയായ ഹോർമുസ് വഴിയുള്ള വിതരണം അത് തടസ്സപ്പെടുമെന്ന ഭീതി ഇപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ചകളിൽ ഇറാൻ ഒന്ന് അയഞ്ഞതോടെ, അമേരിക്ക ആക്രമണം നിർത്തിയതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില തെല്ലൊന്നല്ല കുറഞ്ഞിരിക്കുന്നത്. ആശങ്കകളെല്ലാം ഒഴിഞ്ഞപ്പോൾ കാർമേഘമെല്ലാം ഉരുണ്ടുകൂടിയ കാർമേഘങ്ങളൊക്കെ അങ്ങ് തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ജൂലൈ 1 കണക്കനുസരിച്ച് ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $3 കുറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. സംഘർഷം ശാന്തമാകുകയും ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം സാധാരണ നിലയിലാകുകയും ചെയ്തതോടെയാണ് നയര എനർജി പോലുള്ള സ്വകാര്യ കമ്പനികൾ വിലക്കുറവിൻ്റെ ആനുകൂല്യം തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് വീണ്ടും കൈമാറി തുടങ്ങിയത്. നയാര എന്തായാലും വാക്ക് പാലിച്ചു. കൂട്ടിയ വില അവർ തന്നെ കുറച്ചു. ഗുജറാത്തിലെ വാഡിനാറിൽ പ്രതിവർഷം 20 ദശലക്ഷം ടൺ ശേഷിയുള്ള റിഫൈനറിയാണ് ഇപ്പോൾ നയാരയ്ക്കുള്ളത്. അവിടെ നിന്നുമാണ് രാജ്യത്തെ 8000-ഓളം പമ്പുകളിലേക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ പോകുന്നത്. എന്തായാലും ആഗോള വില നിലവാരം ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ, ഇങ്ങനെ കുറയുകയാണെങ്കിൽ, വീണ്ടും കുത്തനെ കുറയുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഇങ്ങനെ പെട്രോൾ ഡീസൽ വില കുറയ്ക്കേണ്ടി വരും. കാരണം ഇടയ്ക്കിടയ്ക്ക് വില കൂട്ടി അതേതാണ്ട് 110 രൂപയ്ക്കും അപ്പുറമായി പല സംസ്ഥാനങ്ങളിലും പല വിലയാണ്. അപ്പോൾ ഏതാണ്ടൊക്കെ ഒരു രാജ്യം ഒറ്റ വില എന്ന നിലയിലേക്ക് വരണമെങ്കിൽ അതത് സംസ്ഥാനങ്ങളിലെ വാറ്റടക്കമുള്ള GST അടക്കമുള്ള ആ ഒരു പെട്രോളിൻ്റെ നികുതി ഘടനയിലും ഒരു ഏകീകരണം വരേണ്ടതുണ്ട്. പക്ഷേ പല സംസ്ഥാനങ്ങൾക്കും പല കണക്കാണ്. അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനത്തും, ഇപ്പോൾ തമിഴ്നാട്ടിൽ പെട്രോളിനും ഡീസലിനും വില കുറവാണ്, കേരളത്തിലുള്ളതിനേക്കാൾ വിലക്കുറവാണ്. അതുപോലെ തന്നെ ബാംഗ്ലൂർ, കർണാടകയിൽ ചെന്നാലും അതിനേക്കാൾ വിലക്കുറവാണ്. ഡൽഹിയിലും അതെ. എന്തായാലും
ഈയൊരു വിലക്കുറവ് അതത് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെങ്കിലും മൊത്തത്തിലൊരു അതത് സംസ്ഥാനങ്ങളിൽ അനുഭവിച്ചിരുന്ന വിലയുടെ ഗണ്യമായ ഒരു ശതമാനമാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പൊതുമേഖല എണ്ണ കമ്പനികൾ വർദ്ധിപ്പിച്ചത്. ഈ വർധനവ് അവർ തിരിച്ച് അതൊരു വൻ കുറവിലേക്ക് കൊണ്ടുവരുന്നു. വീണ്ടും നേരത്തെ ഈടാക്കിയിരുന്ന ഇന്ധന വിലയിൽ നിന്നും വീണ്ടും വില കുറയും എന്നത് ആശ്വാസകരമാണ്. അതുപോലെ തന്നെ ഇന്ത്യ വൻതോതിൽ സൗദി അറേബ്യയിൽ നിന്നും UAE-യിൽ നിന്നും അങ്ങനെ റഷ്യയിൽ നിന്നുമൊക്കെ ഇറാനിൽ നിന്നുമൊക്കെ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അസംസ്കൃത എണ്ണ ഇന്ത്യ തന്നെ സംസ്കരിച്ച് അത് ഉയർന്ന റേറ്റിൽ ഇപ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് വിറ്റുകൊണ്ടേയിരിക്കുന്നു. കാരണം ഇന്ത്യക്കും വേണ്ട അല്പമൊക്കെ ലാഭം, ഈ ലാഭം അത് നമ്മുടെ രാജ്യത്ത് ആഭ്യന്തര വിപണിയിൽ വിൽക്കുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒപ്പം നമ്മുടെ ഗാർഹിക പാചകവാതകത്തിൻ്റെ വിലയിൽ ഗണ്യമായ കുറവ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് രാജ്യത്തിൻ്റെ പ്രതീക്ഷ. എന്തായാലും വാഹന ഉടമകൾക്ക്, വാഹനം ഓടിക്കുന്നവർക്ക് വാഹനത്തെ ആശ്രയിക്കാതെ രാജ്യത്തെ ഒരു മുട്ടുസൂചിക്ക് പോലും മുന്നോട്ട് നീങ്ങാനാകാത്തൊരവസ്ഥയാണ് ഇന്ധനത്തെ ആശ്രയിക്കാതെ. അതുകൊണ്ട് തന്നെ ഇന്ധനവില രാജ്യത്ത് ഇതാ കുറയുകയാണ്. അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ മറ്റൊരു മാജിക്ക് തന്നെയാണ്. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനും മുന്നിൽ നട്ടലുയർത്തി തന്നെ നിന്നതിൻ്റെ ആ ഒരു ഫലം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഓരോ ഭാരതീയനും അനുഭവിക്കാൻ പോകുന്നത്.